യിൽ നിന്നുണ്ടായപ്പോ ഒരു ക്രിമിനൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തില് ഒരു വലിയ വിജയമായിട്ട് കാണുന്നു. കൂടാതെ ഇന്ന് വിധിന്യായത്തിൽ അവിടെ കോടതിയിൽ ഓപ്പണായിട്ട് പറഞ്ഞത് കേരള പോലീസിന് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. കേരള പോലീസിൽ അവർ അതിവിദഗ്ധമായിട്ട് എത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണോ ഈ ക്രൈം ചെയ്തത്, പക്ഷേ അതിനേക്കാൾ അതിവൈദഗ്ധ്യത്തോടുകൂടി പോലീസിന് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ്. അതുപോലെ വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അങ്ങനെ സാഹചര്യ തെളിവുകൾ ഈ പ്രതിയുടെ പ്രായം ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുടെയും പ്രതിഭാഗം വാദങ്ങളുടെ ചിറകരിഞ്ഞു കോടതി. തീർച്ചയായിട്ടും, കാരണം കോടതി കണ്ടെത്തിയത് പ്രായത്തിന്റെ യാതൊരു ആനുകൂല്യവും ലഭിക്കാൻ ഇതിന് ഈ പെൺകുട്ടിക്ക് ഗ്രീഷ്മയ്ക്ക് അർഹതയില്ല എന്ന് കണ്ടെത്തിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രായത്തിനുള്ളിൽ ഒരു ക്രൈം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരു ഈവിൾ മൈൻഡോടുകൂടി ഇതിത്രയും സെർച്ച് ചെയ്ത് 5 മാസത്തെ ഒരു മുന്നൊരുക്കം നടത്തിയിരിക്കുന്ന ഈ പ്രതി അതേ പ്രായത്തിലുള്ള ഒരു സുഹൃത്തിനെ, അതും പ്രണയത്തിന്റെ പേരിൽ പ്രണയം നടിച്ച് ചീറ്റ് ചെയ്ത് വിശ്വാസ വഞ്ചന നടത്തി ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമാണ്, ക്രൂരമായ കൊലപാതകം. കൂടാതെ നാക്ക് മുതൽ അല്ലെങ്കിൽ വായ് മുതൽ ലിംഗം വരെ എല്ലാ അവയവങ്ങളിലൂടെയും ബ്ലീഡ് ചെയ്തതായിട്ടുള്ള എവിഡൻസ് കോടതി കണ്ടപ്പോൾ ഈ 11 ദിവസം ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച അപ്പോഴും ആ പ്രണയത്തിന്റെ ആ വിശ്വാസം അടിച്ചേൽപ്പിച്ച് ഇമ്പോസ് ചെയ്ത ആ ഒരു കൺസെപ്റ്റിലൂടെ ഷാരോൺ രാജ് അവസാന നിമിഷം വരെയും ഈ 22-ാം തീയതി അച്ഛനോട് ഇത് മരണമൊഴിയിലൂടെ വെളിപ്പെടുത്തും വരെയും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് തന്നെ കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം. അത്രയധികം ഡീപ്പായിട്ട് പ്രണയത്തിന്റെ പേരിൽ അയാൾ ഈ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതും കോടതി എടുത്തു പറഞ്ഞു. കാരണം ഈ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി കുടിപ്പിക്കുന്ന സമയം അയാൾ ഇത് വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് അവിടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് തന്നെ വീഡിയോ എടുത്താൽ എന്താ ഒരു സാധാരണ രീതിയിലുള്ള ഒരു തമാശയാണെങ്കിൽ എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് ആ ഒരു ഗിൽറ്റി ഇന്റൻഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വെളിവാകുന്നതായിട്ടും കോടതി ജഡ്ജ്മെന്റിൽ വിലയിരുത്തി. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ 1-ാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പൊ ഇതെല്ലാം തന്നെ A3ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, 50,000 രൂപയുടെ പിഴശിക്ഷയും. അപ്പം 201 അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിലെ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാരോൺ രാജിന്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്കിപ്പോൾ അവര് വന്ന് പറഞ്ഞു 100% കോടതി വിധിയിൽ സംതൃപ്തി അവരെ അറിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോ പറയുകയാണ്. ഒരു കാര്യം കൂടി, അമ്മയെ ഒഴിവാക്കിയിരുന്നു, കുറ്റവിമുക്തയാക്കുന്നു, അതിനെതിരെ തുടർ നിയമ നടപടികൾ ഒരിക്കലുമില്ല, അതിന്റെ ആവശ്യമില്ല. ഒരിക്കലും അപ്പീൽ കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കാരണം അതിന്റെ തെളിവിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത്. ജ്യൂസിൽ വിഷം കൊടുത്തത് കുറ്റമാണ്, അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെ പ്രോസിക്യൂഷൻ അക്കാര്യം ഉന്നയിച്ചില്ല എന്ന് കോടതി. അതെ, അതായത് ഈ നേരത്തെ 22/8/2022 ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസെറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി 1-ാം പ്രതി ഷാരോൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്.